ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പോലെയുള്ള മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വിദേശത്ത് പോയി, പ്രത്യേകിച്ച് ഫ്രാൻസിൽ പോയി ചെയ്യാവുന്ന ഒരു ഓപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. ഈ ഒരു മേഖലയിൽ വളരെ കാലത്തെ മുൻപരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാർ. സാറിന് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങളെല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു ബെന്നി സാർ. താങ്ക് യു ആൽവിൻ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി ഡിഗ്രി പ്രോഗ്രാം പഠിക്കുന്ന കാൻഡിഡേറ്റ്സിനുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അത് നമുക്ക് വിദേശത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ 3 years 4 years ബിവോക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഹോസ്പിറ്റാലിറ്റി പ്രോഗ്രാമുകൾ ചെയ്യുന്ന സ്റ്റുഡൻസ് അവരുടെ കോഴ്സിന്റെ ഭാഗമായി 3rd ഇയറിൽ അല്ലെങ്കിൽ 4th ഇയറിൽ 2 സെമസ്റ്ററുകൾ അവരുടെ കോഴ്സിന്റെ പാർട്ടായിട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കേരളത്തിലോ ഇന്ത്യയിലെ മറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഹോട്ടലുകളിലോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് എബ്രോഡേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കറണ്ട് സ്റ്റുഡൻ്റ് ആയിരിക്കണം. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പ്രോഗ്രാമിലുള്ളവർക്ക്, ഡിപ്ലോമ പ്രോഗ്രാമിലുള്ളവർക്ക് ഈ പ്രോഗ്രാം ഫീസിബിൾ അല്ല. അപ്പം ഡിഗ്രി പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് ഫ്രാൻസിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. എന്തുകൊണ്ടാണ് ഫ്രാൻസ് എന്നുള്ളതിനെ പറ്റി ചോദിച്ചാൽ, ഫ്രാൻസ് എല്ലാവർക്കും അറിയാം, ഫാഷൻ്റെയും ടൂറിസത്തിൻ്റെയും കൾച്ചറിൻ്റെയും ട്രേഡിൻ്റെയും ഒക്കെ ഒരു ഹബ്ബാണ് ഫ്രാൻസ്. പാരീസ് ക്യാപിറ്റലായിട്ടുള്ള നീസ് പോലെയുള്ള വലിയ സിറ്റികളുള്ള, ഈഫൽ ടവറൊക്കെ അവരുടെ ഒരു ഐക്കണായിട്ട് നിലകൊള്ളുന്ന ഫ്രാൻസ് എക്കാലത്തും എല്ലാവരുടെയും വളരെ പോപ്പുലറായിട്ടുള്ള, അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ആ ഫ്രാൻസിൽ പോയി കൂടുതലും പാരീസിൽ തന്നെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള 4 star 5 star ഹോട്ടലുകളിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് ചെയ്ത്, അതും പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ കോഴ്സിന്റെ കരിക്കുലത്തിന്റെ പാർട്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അപ്പോൾ ഫ്രാൻസിൽ പോയാൽ തീർച്ചയായിട്ടും അവർ ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടും ഈ സ്റ്റുഡൻറ്റിന്. അതുപോലെ മറ്റ് കൾച്ചറുകളിലുള്ള, മറ്റ് നേഷൻസിലുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും മിങ്കിൾ ചെയ്യുവാനും അവരുടെ തന്നെ ടാലന്റുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കും. അതുപോലെ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ അവർക്ക് പ്രോഗ്രാം കഴിയുമ്പോൾ സർട്ടിഫൈ ചെയ്തിട്ടാണ് അതാത് ഹോട്ടലുകൾ അവരെ വിടുക. ആ സർട്ടിഫിക്കേഷൻ അവരുടെ പ്രൊഫൈലിന്റെ പാർട്ടായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഇന്ത്യയിലോ എബ്രോഡോ ജോബ് ചെയ്യുന്നതിനുള്ള വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഓപ്പൺ ആയി കിട്ടുക. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ, പെയ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പല ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും, ഇന്ത്യയിൽ നടക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പെയ്ഡ് ആയിരിക്കില്ല. അവർക്ക് ഫുഡും അക്കോമഡേഷനും മാത്രം കൊടുത്തുകൊണ്ട്, കാരണം ഈ സ്റ്റുഡൻറ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ, ആ ഒരു സ്റ്റുഡൻറ്റിനെ ഫ്രീ ആയിട്ട് ജോബ് ചെയ്യിക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഇന്ത്യയിൽ പൊതുവിൽ കണ്ടുവരുന്നത്. എന്നാൽ ഈ ഒരു ഇന്റേൺഷിപ്പ്, ഈ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പെയ്ഡ് ആണ്. പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. അത് വളരെ ഹൈ ലെവലിലുള്ള മിനിമം 4 star അല്ലെങ്കിൽ 5 star ബ്രാൻഡഡ് ലക്ഷറി ഹോട്ടൽസിലാണ് ഈ പ്രോഗ്രാം നടക്കുക. അപ്പോൾ ഈ പ്രോഗ്രാം അവരുടെ കോഴ്സിന്റെ പാർട്ടായിട്ടാണ്. വേറെ ആർക്കും ഈ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല. കറന്റ്ലി ഡിഗ്രി പ്രോഗ്രാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ അവർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്നതിന് പകരം എബ്രോഡ് പോയി ചെയ്യുന്നു. അത് 4th സെമസ്റ്റർ ആകാം, 5th ആകാം, 6th ആവാം, ഏത് സെമസ്റ്റർ ആണെങ്കിലും
ആ ഒരു കറണ്ട് സ്റ്റുഡന്റിന് മാത്രമേ ഈ ഒരു പ്രോഗ്രാമിൽ എലിജിബിലിറ്റി ഉള്ളൂ. അതായത് കോളേജുകൾ ഈ സ്റ്റുഡന്റ് അവിടുത്തെ കറണ്ട് സ്റ്റുഡന്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്യുകയും അവരുടെ പ്രീവിയസ് മാർക്ക് ലിസ്റ്റും മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഒക്കെ നൽകുകയും ചെയ്താൽ മാത്രമാണ് ഈ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുപോലെ തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ലഭിക്കുക. ഇവർക്ക് പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കിട്ടി, അവർക്ക് അക്കമഡേഷൻ എംപ്ലോയർ കൊടുക്കുന്നുണ്ട്, അതുപോലെ അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, പ്ലസ് അവരുടെ പ്രൊഫൈലിൽ ഞാനിവിടെ പറഞ്ഞതുപോലെ വളരെ വലിയ ഒരു മാറ്റം വരുത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇത് വരും. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലുള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് കൾണറിയിൽ അറിയാം നമുക്ക് കുറേയേറെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഫുഡ് ആൻഡ് ബിവറേജസ്, അത് സർവീസ് സെക്ടറിലേക്ക് വരുന്നതാണ്. അതിൽ നിരവധി കുട്ടികൾ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ഓഫീസ്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫ്ലെയർ ഉള്ളവർക്ക് ഫ്രണ്ട് ഓഫീസ് വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഫ്രണ്ട് ഓഫീസിലും ഈ ഒരു ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അവൈലബിൾ ആണ്. ഹൗസ് കീപ്പിംഗ്, ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഗേൾസ് ആൻഡ് ബോയ്സ് ചൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ് കീപ്പിംഗ്. അപ്പോൾ ഈ ഒരു 4 ബ്രാഞ്ചസും അതിന്റെ സബ് ഡിവിഷനിലും നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഫ്രാൻസിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ആണ് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ. ഇപ്പോൾ ഒരു സെമസ്റ്റർ, സാധാരണ ഒരു സെമസ്റ്റർ തന്നെയാണ് ഇന്ത്യയിലെ കൾച്ചറും. ഒരു സെമസ്റ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കഴിഞ്ഞു വീണ്ടും അവർ തിരിച്ചു വന്ന് ഒരു സെമസ്റ്റർ വീണ്ടും പഠിച്ചിട്ട് മറ്റൊരു സെമസ്റ്ററിൽ പോകുന്നു. അതായത് നോർമലി ഒരു ഡിഗ്രി സ്റ്റുഡന്റിന് 2 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 2 സെമസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ചുവട് പിടിച്ചിട്ട് തന്നെയാണ് ഫ്രാൻസും ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് 6 മന്ത്സിന്റെ ഒരു സെമസ്റ്റർ പെയ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഫ്രാൻസിൽ ലഭിക്കുക. ഇതിന് സ്റ്റൈഫൻഡ് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്റ്റൈഫൻഡ് വളരെ അട്രാക്റ്റീവ് ആണ്. മിനിമം 600 euro to 800 euro, ഓൾമോസ്റ്റ് 1 lakh rupees അടുത്ത് ഇവർക്ക് സ്റ്റൈഫൻഡ് ലഭിക്കും. പിന്നെ ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ അവർ അഡീഷണൽ പേയ്മെന്റ് കൊടുക്കും. ഇത് അവരുടെ എഗ്രിമെന്റിൽ ഉണ്ടാകുന്ന മിനിമം സ്റ്റൈഫൻഡ് എമൗണ്ട് ആണ്. അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതുപോലെ വലിയ കോസ്റ്റ്ലി അഫെയർ ആണ്. എസ്പെഷ്യലി പാരീസ് പോലെയുള്ള മെട്രോ സിറ്റികളിൽ അക്കോമഡേഷൻ ഓണായിട്ട് കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പം ആ ഒരു അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. ഡ്യൂട്ടി ടൈമിലുള്ള മീൽസ് അവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. പിന്നെ മറ്റ് സർവീസസ് ഒക്കെ എംപ്ലോയറും വിസ ഫോർ സ്റ്റഡിയും കൂടി ചേർന്നിട്ട് കൊടുക്കുന്നതാണ്. എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ അവർക്ക് മറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന മറ്റ് അസിസ്റ്റൻസ്, ഇൻഷുറൻസ്, മെഡിക്കൽ ചെയ്യാനുണ്ടെങ്കിൽ മെഡിക്കൽ, അത്തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും എംപ്ലോയറും വിസ ഫോർ സ്റ്റഡിയും കൂടി ജോയിന്റ്ലി അവർക്ക് നൽകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യം ആദ്യം പറഞ്ഞിരുന്നു. കറണ്ട് ആയിട്ട് ഹോട്ടൽ മാനേജ്മെന്റിലോ ഹോസ്പിറ്റാലിറ്റി പ്രോഗ്രാമിലോ ഡിഗ്രി പഠിക്കുന്നവരായിരിക്കണം. ഡിഗ്രി പഠിക്കുന്നവർക്ക് മാത്രമേ ഇതിന് എലിജിബിലിറ്റി ലഭിക്കുകയുള്ളൂ. അവര് ഡിപ്ലോമ ആണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എലിജിബിൾ അല്ല. അപ്പോൾ 3rd ഇയറിലോ 4th ഇയറിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സെമസ്റ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഫ്രാൻസിൽ പോയി ചെയ്യുവാനുള്ള ഒരു ഡയറക്റ്റ് ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിന് എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഫ്രാൻസിലും ഏത് രാജ്യത്ത് പോയാലും 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകളിൽ അവരുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് സെലക്ഷന്റെ ചാൻസസ് കൂടും. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് അവർക്ക് ഈ ഒരു പ്രൊഫഷനോട്, ഈ ഒരു ചെയ്യുന്ന കോഴ്സിനോട്, ഈ ഒരു കരിയറിനോട് ഒരു പാഷൻ ഉണ്ടാവണം. ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും സെലക്ഷൻ കിട്ടുക. അപ്പോൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആവുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമിൽ, ഹോട്ടൽ മാനേജ്മെന്റോ ഹോസ്പിറ്റാലിറ്റി പ്രോഗ്രാമിലോ ബിവോക്കിലോ ഡിഗ്രിയിലോ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. അവരുടെ 3rd or 4th ഇയറിലാണ് അവർക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിയുക. അതൊരു സെമസ്റ്റർ ആയിരിക്കും. അത് അവരുടെ കരിക്കുലത്തിന്റെ ഏത് ടൈമിലാണ് പോകാൻ പറ്റുന്നതെന്ന് കരിക്കുലത്തിൽ തന്നെ പറയുന്നുണ്ടാവും. അവരുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അതിനൊരു
സെമസ്റ്റർ മുന്നേ നമ്മൾ പ്രോസസ്സ് ആരംഭിച്ച് ഇതിന്റെ പേപ്പർ വർക്കുകളും വിസ പ്രോസസ്സും ഇന്റർവ്യൂസും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ സെമസ്റ്റർ ആരംഭിക്കുമ്പോൾ ഫ്രാൻസിലെത്തി പ്രോഗ്രാം ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മിനിമം ഒരു 4 മാസം 6 മാസം വരെ എടുക്കാം. അതുകൊണ്ടാണ് ഒരു സെമസ്റ്റർ മുന്നേ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 to 6 മാസത്തേക്കുള്ള ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കരുതുക. അത് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളേജിന്റെയും അസിസ്റ്റൻസോടുകൂടി വിസ ഫോർ സ്റ്റഡി ഇത്തരത്തിലുള്ള ഈ വിസയ്ക്ക് വേണ്ടിയിട്ടും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും സെലക്ഷന് വേണ്ടിയിട്ടുമുള്ള ഡോക്യുമെന്റ്സും ആപ്ലിക്കേഷനും എല്ലാം സബ്മിറ്റ് ചെയ്യും. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യും. സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, നോർമലി പ്രീവിയസ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രയർ ഹാൻഡ് ആയിട്ട് അവർക്കൊരു ഔട്ട്ലൈൻ കൊടുക്കും. അത് പ്രകാരം അവര് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ അടുത്തത് അവരുടെ ഡോക്യുമെന്റേഷനിലേക്ക് പോകും. ഓഫർ ലെറ്ററുകളൊക്കെ എംപ്ലോയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ ആ ഒരു ഓഫർ ലെറ്റർ ഫ്രഞ്ച് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്ത് ഓതറൈസ് ചെയ്ത് അപ്രൂവൽ എടുക്കാനുണ്ട്. അതിനെ തുടർന്ന് വിസ പ്രോസസ്സിംഗിലേക്കുള്ള ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളും ഇന്ത്യയിൽ ടേക്കപ്പ് ചെയ്യും. ഇതെല്ലാം വിസ ഫോർ സ്റ്റഡി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രോഗ്രാമിന്റെ എൻഡ് ടു എൻഡ് വിസ ഫോർ സ്റ്റഡി നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ സെലക്ഷൻ, നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ, നിങ്ങളുടെ വിസ പ്രോസസ്സ്, നിങ്ങളുടെ ഫ്ലൈറ്റ്, നിങ്ങളുടെ ട്രാവല്, നിങ്ങൾ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അക്കോമഡേഷന്, നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ്, സെറ്റിൽമെന്റ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും വിസ ഫോർ സ്റ്റഡി നിങ്ങൾക്ക് അസിസ്റ്റൻസുമായിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം ഇന്ത്യയിൽ നിന്ന് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏജൻസികളെ ഈ ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അബ്രോഡ് ചെയ്യുന്നുള്ളൂ, കോളേജുകളും ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി? നിങ്ങളിപ്പോ ഫ്രാൻസിലെ ഒരു ഹോട്ടലിൽ ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ചെയ്യാം. ആ ജോബ് നിങ്ങൾ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് തീരാൻ വീണ്ടും 1-2 സെമസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെത്തി നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രീവിയസ്ലി ലഭിച്ചിരിക്കുന്ന ഓഫർ ഉപയോഗിച്ച് അവര് കറണ്ട് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഇൻവിറ്റേഷനും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ അടിച്ച് ഫ്രാൻസിൽ പോയി പെർമനന്റ് ജോബിലേക്ക് കയറാനുള്ള ഒരു റൂട്ട് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഒരു എബ്രോഡ് എക്സ്പീരിയൻസ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഭിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന്, നിങ്ങളുടെ പ്രൊഫൈലിന് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ആണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കറണ്ട് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുകയാണ്, സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് എബ്രോഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യുവാൻ വിസ ഫോർ സ്റ്റഡി എബ്രോഡ് എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. ഹലോ സാർ, എൻ്റെ ഡൗട്ട് ഇതാണ്. അതായത് ഇത് സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് സാർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് തിരിച്ചു വന്ന് നമ്മളിവിടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, കരിക്കുലത്തിന്റെ പാർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിലേക്ക് മാത്രമാണ് നിങ്ങളുടെ കോഴ്സിൽ നിന്ന് സാധാരണ ലീവ് കിട്ടുക. അത് നിങ്ങൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇന്ത്യയിൽ ചെയ്യുന്നതിന് പകരം അബ്രോഡ് പോയി ചെയ്യുന്നു. നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ ചെയ്യുന്നു. ചില സമയത്ത് നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ അബ്രോഡ് ഉള്ള ഈ ഹോട്ടല്, ഈ ഫ്രാൻസിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ തന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു വന്ന് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു ഗ്യാപ്പ് അവർ തരും. ചില എംപ്ലോയേഴ്സ് നിങ്ങളോട് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറയാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ നിങ്ങളുടെ കോഴ്സിന്റെ ബാലൻസ് ഉള്ള മൊഡ്യൂൾസ് അല്ലെങ്കിൽ സെമസ്റ്റർ നിങ്ങൾക്ക് ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് ഒരിക്കൽ ഫ്രാൻസിലെത്തി നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ നിങ്ങളെ എംപ്ലോയർ സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരിച്ചു വരണം. കാരണം ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വരുന്നത്. സാർ, എൻ്റെ ഡൗട്ട്,
നമ്മൾ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണോ, ഞാൻ സ്റ്റുഡന്റ് ആണെന്ന് തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും കറണ്ട് സ്റ്റുഡന്റ് ആയിരിക്കണം. ഇതിന്റെ ഒരു എലിജിബിലിറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കറണ്ട് സ്റ്റുഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എക്സാംസ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ ആ 2 വർഷത്തെ എക്സാം റിസൾട്ട്സിന്റെ പേപ്പർ നമുക്ക് ആദ്യത്തെ എവിഡൻസ് ആയി. അതോടൊപ്പം തന്നെ തേർഡ് ഇയറിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുകയാണ്, തേർഡ് ഇയറിന്റെ സെക്കൻഡ് സെമസ്റ്ററാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കറണ്ട് സ്റ്റുഡന്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ലെറ്റർ നിങ്ങളുടെ കോളേജ് തന്നാൽ മതി. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊന്നും കളക്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിന്റെ മാർക്ക് ലിസ്റ്റും തേർഡ് ഇയറിൽ കറണ്ട് സ്റ്റുഡന്റ് ആണെന്ന് നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഒരു ലെറ്ററും നമുക്ക് മതിയാവും. സാറേ, എൻ്റെ കോളേജിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ 4th സെമസ്റ്ററിലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വർക്ക് എപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 4th സെമസ്റ്ററിലാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സെക്കൻഡ് ഇയറിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങളുടെ 3rd സെമസ്റ്റർ ആരംഭിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ 4 മുതൽ 6 മാസം വരെ ഇതിന്റെ ഒരു പ്രോസസ്സിന് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ, ഇന്റർവ്യൂസ്, അതിന്റെ പ്രിപ്പറേഷൻ, ഇന്റർവ്യൂ സെലക്ഷൻ, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എല്ലാം കൂടി ഒരു 4 to 6 മാസം എടുക്കും. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ 3rd സെം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ പ്രോസസ്സ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ 4th സെമസ്റ്ററിന് ബിഫോർ ആയിട്ട് വിസ കയ്യിൽ വരികയും 4th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രാൻസിലെത്തി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയും നേരം നമ്മളോട് ഈ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട്, എസ്പെഷ്യലി ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട്, ഫ്രാൻസിൽ നടക്കുന്ന ഈ ഒരു ഓപ്ഷനെ പറ്റിയിട്ട് നമ്മളോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. സാറിന് വളരെയധികം നന്ദി. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി സാറ് തരികയുണ്ടായി. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.